അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ഗോൾഡ് സ്റ്റോൺ. ഇതൊരു ട്രഡീഷണൽ ബേർത്ത് സ്റ്റോൺ ആയിട്ടൊന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, കാരണം ഇതൊരു നാച്ചുറലി മൈൻഡ് സ്റ്റോൺ അല്ല. ഇത് ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ്. അതായത് 17th സെഞ്ച്വറിയിൽ ഇറ്റലിയിലെ വെനിസിലുള്ള മിയോട്ടി ഫാമിലിയാണ് ഇത് ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലൈറ്റിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതിങ്ങനെ തിളങ്ങുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു ഗോൾഡ് പാർട്ടിക്കിൾസുമായുള്ള സംഭവം ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ആ ഷിമ്മറിങ് എഫക്റ്റിന്, അതായത് ആ തിളക്കത്തിന് പറയുന്ന പേരാണ് അവെഞ്ചുറസെൻസ്. അതുകൊണ്ട് തന്നെ ഇതിനെ അവെഞ്ചുറിൻ ഗ്ലാസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആ പേര് പോലെ തന്നെ ഇതുണ്ടാക്കുന്നതും ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കോപ്പർ പാർട്ടിക്കിൾസ് ഇൻഫ്യൂസ് ചെയ്തിട്ടാണ്. അതായത് ഡൈഡ് ഗ്ലാസ്, മോൾട്ടൺ ഗ്ലാസിൻ്റെ ഉള്ളിൽ കോപ്പർ പാർട്ടിക്കിൾസ് ഇൻഫ്യൂസ് ചെയ്താണ് ഈ ബീഡ്സ് ഉണ്ടാക്കുന്നത്. ഇതൊരു സിന്തറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്പെസിഫിക്കലി ഒരു നേറ്റീവ് ഒന്നുമില്ല. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഇറ്റലിയിലാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ഇതിപ്പോൾ റെഡിഷ് ബ്രൗൺ ഗോൾഡ് സ്റ്റോൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ബ്ലൂ ഗോൾഡ് സ്റ്റോൺ ഉണ്ട്. അതായത് കൊബാൾട്ടോ മാംഗനീസോ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡീപ്പ് ബ്ലൂ കളറും അതിൻ്റെ അകത്ത് സിൽവർ പാർട്ടിക്കിൾസും. പിന്നെ ക്രോമിയം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രീൻ ഹ്യൂ കിട്ടും. അത് ഗ്രീൻ ഗോൾഡ് സ്റ്റോൺ ആണ്. മാംഗനീസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പർപ്പിൾ കളറിലായിരിക്കും ഇതിരിക്കുക. അത് പർപ്പിൾ ഗോൾഡ് സ്റ്റോൺ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് പ്ലാസ്റ്റിക് ജ്വല്ലറി റീപ്ലേസ് ചെയ്യാം ലോ കോസ്റ്റിനാണ്. അപ്പോൾ ഈ വലിയ കാണുന്ന ഗോൾഡ് സ്റ്റോൺ നമ്മൾ ഹിമാലയ രുദ്രാക്ഷ് കേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുകൂടാതെ തന്നെ ചെറിയ ഗോൾഡ് സ്റ്റോൺ നമ്മൾ വാങ്ങിച്ചത് ദീപക് ജംസിൽ നിന്നാണ്. നമ്മളതൊന്ന് ക്ലാരിഫൈ ചെയ്തപ്പോഴേക്കും ദീപക് ജംസിൽ നിന്ന് കൺഫേം ചെയ്തു ഇത് മാൻമെയ്ഡ് ആണെന്നുള്ളത്. പക്ഷേ രുദ്രാക്ഷ് കേന്ദ്ര പറഞ്ഞത് ഇത് സൺസ്റ്റോൺ ആണെന്നാണ്. ശരിക്കും സൺസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ സ്റ്റോൺ ഉണ്ട്. അതിൻ്റെ ഉള്ളിലും കോപ്പർ പാർട്ടിക്കിൾസ് ഉള്ളത് കാരണം ഇങ്ങനെ ഒരു ഷിമ്മറിങ് എഫക്ട്സ് ഒക്കെ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ എനിക്ക് അഷ്വേർഡ് അല്ല ഇത് ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആണോ എന്ന് പോലും. ചിലപ്പോൾ രുദ്രാക്ഷ കേന്ദ്ര പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഇത് സൺസ്റ്റോൺ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു യൂണിഫോമിറ്റിയും പിന്നെ മറ്റ് ഗോൾഡ് സ്റ്റോൺസും ആയിട്ടുള്ള സിമിലാരിറ്റിയും വെച്ചിട്ട് എനിക്കിത് ഗോൾഡ് സ്റ്റോൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂ. അതുമാത്രമല്ല ഈ മോൾട്ടൺ ഗ്ലാസ് ടേബിളിൽ വെക്കുമ്പോൾ ആ വെക്കുന്ന ടച്ച് ചെയ്യുന്ന പോർഷനിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റ്നെസ് നമുക്കുണ്ടാവും. ആ ഫ്ലാറ്റ്നെസ് ഈ രണ്ട് ബീഡ്സിലും, ഈ ചെറിയ ബീഡ്സിലും വലിയ ബീഡ്സിലും ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ രണ്ടിലുമുള്ള പാർട്ടിക്കിളിൻ്റെ ഇൻറ്റൻസിറ്റിയും സെയിം ആണ്. ശരിക്കും ഞാൻ കണ്ടിരിക്കുന്ന സൺസ്റ്റോൺസ് എല്ലാം തന്നെ ട്രാൻസ്ലൂസൻ്റ് ആണ് മോസ്റ്റ്ലി. പിന്നെ ഈ പാർട്ടിക്കിൾസ് ബേസിക്കലി ഇത്ര യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.